സ്വിച്ചിട്ട കറണ്ട് വരും, ഇടിവെട്ടിയ മിന്നൽ വരും, മനസ്സിൽ വേണമെന്ന് വിചാരിച്ചാലേ വേല് വരുവടാ. ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. ഞാനിന്ന് ആദ്യമായിട്ടൊരു നവരാത്രി സെലിബ്രേഷന് പോവാണ്. എവിടെയാന്ന് വെച്ചാൽ ഭാരതീയ മാൾ ഓഫ് ബാംഗ്ലൂരിലാണ് ഈ പ്രോഗ്രാം നടക്കുന്നത്. ഇവിടെയെല്ലാം അടിപൊളിയായിട്ടാണ് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഈ കാണുന്ന സ്റ്റേജിലാണ് നവരാത്രി സെലിബ്രേഷൻ നടക്കുന്നത്. പ്രോഗ്രാം നടക്കുന്നിടത്തേക്ക് എൻട്രി ഫീ വേണം, ബട്ട് ഞങ്ങൾക്കത് വേണ്ട. ബിക്കോസ് ഈ പ്രോഗ്രാം നടക്കുന്നതിനെ പറ്റി ഇവിടുത്തെ ആഡ് ചെയ്യുന്നത് ഞങ്ങളുടെ കമ്പനിയിൽ നിന്നായിരുന്നു. സോ ഞങ്ങൾ 5 പേർക്ക് ഫ്രീ എൻട്രി ആയിരുന്നു. വേണമെന്ന് വെച്ചാൽ ഒരാൾക്കും കൂടെ കയറായിരുന്നു, പക്ഷെ ഞാൻ കയറിയില്ല. കാരണം ഇവിടെ എല്ലാവരും വന്നിരിക്കുന്ന നവരാത്രിൻ്റെ ഒരു വൈബ് ഡ്രസ്സിലായിരുന്നു. ഞാൻ വന്നത് ഈ ഡ്രസ്സിലും. സോ എനിക്ക് കയറാനൊരു മൂടുണ്ടായിരുന്നില്ല, കാരണം എല്ലാവരും ആ ഡ്രസ്സ് ഇട്ട് കളിക്കുമ്പോൾ ഞാൻ മാത്രം ഈ ഡ്രസ്സ് ഇട്ടിരിക്കണ്ടേ. എൻ്റെ ചുറ്റും എല്ലാം സുന്ദരികളാണ്. അത് കണ്ടപ്പോൾ എനിക്കും തോന്നി ഇങ്ങനത്തെ ഒരു ഡ്രസ്സും ഒപ്പിച്ച് എനിക്ക് ഇട്ടുകൊണ്ട് വന്നാൽ മതിയായിരുന്നു എന്ന്. പിന്നെ അവിടെ നിന്ന് മാറി അവിടുത്തെ ഡെക്കറേഷനൊക്കെ നോക്കി ഞങ്ങൾ 4 പേരും കൂടെ നടക്കാൻ തുടങ്ങി. ഈ പീറ്റർ ഇംഗ്ലണ്ട് കണ്ടപ്പോൾ ഞാൻ അറിയാതെ ആദിത്യ ബിർളേനെ ഓർത്തുപോയി. അങ്ങനെ കുറച്ച് നേരം ഞാൻ മുംബൈ കാലഘട്ടത്തിലേക്ക് ഒന്ന് തിരിഞ്ഞുപോയി. പിന്നെ ഞങ്ങൾ മേലോട്ട് വന്നു. പിന്നെ ഫ്ലോറിൽ ഒരു പാമ്പും കൂടി വരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അതിനകത്ത് കുറേ നേരം വെറുതെ ഇരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു എന്നല്ലാതെ അവിടെ ഡൈസ് ഇല്ലാത്തതുകൊണ്ട് അത് കളിക്കാൻ പറ്റിയില്ല. പിന്നെ ഞങ്ങൾ നേരെ ബുക്ക് സ്റ്റാളിലോട്ടാണ് ചെന്നത്. ആർക്കും പുസ്തകം അതിനൊന്നുമില്ലെങ്കിലും വെറുതെ ഒരു സ്റ്റൈലിൽ ഞങ്ങൾ കയറി ഇറങ്ങിയതാണ്. എന്തായാലേ ഫാമിലിനെ കൊല്ലാൻ വരെ ഒരു ബുക്ക്. ഇത് ഞാൻ ഒരുപാട് റീലിൽ കണ്ടിട്ടുണ്ടെങ്കിലും ഇത് ആദ്യമായിട്ടാണ് ഞാൻ നേരിട്ട് കാണുന്നത്. എനിക്കിതൊന്ന് ട്രൈ ചെയ്യണമെന്നുണ്ടായിരുന്നു. പിന്നെ ഇനി സമയമുണ്ടല്ലോ. അങ്ങനെ ഇതും കണ്ടുകൊണ്ട് നിൽക്കുമ്പോഴാണ് ഒരു കോൾ വന്നത്. സെലിബ്രേഷനുള്ളിൽ നിൽക്കുന്നവർക്ക് ഫോൺ വേണമായിരുന്നു. അപ്പോൾ അത് കൊണ്ടുക്കെടുക്കാൻ വേണ്ടി താഴേക്ക് ഇറങ്ങിയപ്പോൾ പിന്നെ എല്ലാവർക്കും തിരിച്ചു കയറാൻ മടിയായി. അതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും കൂടി ഒരു ചായ കുടിക്കാൻ വേണ്ടി നടന്നു. ചായക്ക് ഭയങ്കര മധുരമായിരുന്നു. അതാണ് എൻ്റെ എക്സ്പ്രഷൻ ഇങ്ങനെ ഇരിക്കുന്നത്. എന്നാലും വീഡിയോയ്ക്ക് വേണ്ടി ഞാൻ ഒരു സിപ്പ് കൂടെ കുടിച്ചു. പിന്നെ എനിക്ക് കുടിക്കാൻ കഴിയാത്തതുകൊണ്ട് എൻ്റെ ചായയും കൂടെ ബാക്കിയുള്ളവരാണ് കുടിച്ചു തീർത്തത്. അങ്ങനെ ഒന്നും കുടിക്കാതെ പോകുന്നത് ശരിയല്ലല്ലോ എന്ന് വിചാരിച്ച് ഞങ്ങളൊരു കോള വാങ്ങി. അങ്ങനെ കോള കുടിച്ചിരിക്കുമ്പോഴാണ് കബാബിലോട്ട് ഞങ്ങളുടെ കണ്ണ് പോയത്. അങ്ങനെ ഞങ്ങൾ കുറച്ച് പച്ച കബാബും ചുവന്ന കബാബും വാങ്ങി തന്നു. എൻ്റെ ക്യാമറയിൽ നിന്ന് ഒഴിഞ്ഞു മറഞ്ഞ് ശ്രമിക്കുന്ന ഒരാളാണിത്. അങ്ങനെ എൻ്റെ ക്യാമറയിൽ നിന്ന് രക്ഷപ്പെടാൻ ആർക്കും കഴിയില്ല. അങ്ങനെ ഞങ്ങൾ വീണ്ടും സെലിബ്രേഷൻ നടക്കുന്ന സ്ഥലത്തേക്ക് എത്തി. ഇത്ര നേരം ഞങ്ങൾക്ക് ഒരു സെലിബ്രേഷനാന്നുള്ള ഫീലൊന്നും ഉണ്ടായിരുന്നില്ല. മാള് ചുറ്റിക്കിറങ്ങാൻ വന്ന പോലെയായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ അകത്ത് പോയവരെയൊക്കെ പുറത്തിറക്കി. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിച്ച് തിരിച്ച് വീട്ടിലോട്ട് പോകാമെന്ന് വെച്ച് കളിയോടെ റെസ്റ്റോറൻറ്റിൽ കയറി. ഇതാണ് വിഭ വന്നപ്പോൾ ഞങ്ങൾ അങ്ങാടി കണ്ട പരിചയം പോലും കാണിച്ചില്ല. കാരണം ഞങ്ങൾ അങ്ങാടി കണ്ട പരിചയം പോലും ഇല്ല. പക്ഷെ പോകാനായപ്പോഴേക്കും ഞങ്ങൾ വടയും ചക്കരയായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ ഓർഡർ ചെയ്ത് ഞങ്ങൾ കാത്തിരിക്കുമ്പോഴേക്കും കറണ്ട് പോയി. എന്താ ഐശ്വര്യം. പക്ഷെ അപ്പോൾ തന്നെ കറണ്ട് വന്നായിരുന്നു. അങ്ങനെ എല്ലാവരുടെയും ഐറ്റംസും വന്നു. ഞങ്ങളെല്ലാവരുമാണ് ഫുഡ് കഴിക്കാൻ വന്നത്. വിഭ ഇപ്പോഴാണ് അറിയുന്നത് ഞാൻ വ്ളോഗാണ് എടുക്കുന്നത്. അങ്ങനെ ഫുഡ് കഴിച്ച് കഴിഞ്ഞ് എല്ലാവരും അവരവരുടെ സ്ഥലങ്ങളിലേക്ക് പിരിഞ്ഞു. ഞാൻ ഓട്ടോയിൽ കയറി കഴിഞ്ഞ് എനിക്ക് ആദ്യം മിസ് ചെയ്തത് വിഭേനെയായിരുന്നു. വിഭ ഒരു പൂനെക്കാരിയാണ്. വിഭയ്ക്ക് മലയാളം അറിയില്ലെങ്കിലും എൻ്റെ മുറി ഇംഗ്ലീഷ് വെച്ച് ഞാൻ സംസാരിച്ചു. പക്ഷേ വിഭേനോട് സംസാരിക്കുമ്പോൾ എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു. അങ്ങനെ ഇന്നത്തെ വ്ളോഗ് ഇവിടെ തീരെയാണ്. ബൈ ബൈ.